ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും കൂടി ഒരു ദിവസം പൊന്മുടിയിലെ ഒരു റിസോർട്ടിൽ തങ്ങുകയാണ്. നവീൻ്റെ വിവാഹാലോചനയുടെ കാര്യങ്ങൾ നന്ദാവനത്തിൽ ചൂടുപിടിച്ച് ചർച്ചയാകുന്നത് കൊണ്ടാണ് അതിൽ നിന്നും താൽക്കാലികമായി ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അനിയും നന്ദുവും മാറി നിൽക്കുന്നത്. എന്നാൽ ഫോണൊക്കെ പ്ലെയിൻ മോഡ് ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടാളും എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാനും കഴിയുന്നില്ലായിരുന്നു. ആദർശ് നയനയൊക്കെ ഇവരെ അന്വേഷിച്ച് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു മടുത്തു. ഒരു വിവരം കിട്ടാത്തത് കൊണ്ട് തന്നെ തിരികെ അവർ അനന്തപുരയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ദേവയാനി ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പൊന്മുടിക്ക് പോകുന്നതിന് മുമ്പായി തന്നെ നന്ദു നയനയെ വിളിച്ച് താൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ലെന്നും തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് തങ്ങുവാണെന്നും പറയുന്നുണ്ടല്ലോ. എന്നാൽ അത് ആദർശും നയനയും ഒന്നും വിശ്വസിക്കുന്നുമില്ല. അനിയും നന്ദുവും രണ്ടാളും ഒന്നിച്ച് വീട്ടിലേക്ക് വരാതിരിക്കുന്നതും അവരെ കൂടുതൽ സംശയത്തിലാക്കുന്നുണ്ട്. രണ്ടാളും കൂടി ഇനി ഒരുമിച്ച് മുങ്ങിയതാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നീട് ആദർശം നയനയും നന്ദു അനിയും പൊന്മുടിയിൽ ഒരുമിച്ച് ഒരു റിസോർട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം മറ്റൊരു സുഹൃത്ത് വഴി അറിയുകയാണ്. എന്നാൽ അവരത് കനകയോടും ഗോവിന്ദനോടും ഒന്നും പറയുന്നുമില്ല. കനകയും ഗോവിന്ദനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം. നവീനെ പോലെ ഒരു പയ്യന്റെ ആലോചന വന്നതിന്റെ സന്തോഷത്തിലാണ് അവരും. ദേവയാനിയോട് ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവരങ്ങനെ ഒന്നിച്ച് പൊന്മുടി പോലുള്ള സ്ഥലത്ത് പോയി ഒരു രാത്രി ഒന്നിച്ച് താമസിച്ചെന്നൊക്കെ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടാകും. പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. തെറ്റായ രീതിക്ക് അവരൊന്നും കാണിക്കില്ലെന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നന്ദുവിന് നവീനെ പോലൊരു നല്ല പയ്യന്റെ ആലോചന വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിവരങ്ങളൊക്കെ കിട്ടിയ ആ വിവാഹാലോചനയെ തന്നെ അത് ബാധിക്കുകയില്ലെന്നൊക്കെ ദേവയാനി നയനയോടും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവന്തികയുടെയും മനിയുടെയും വിവാഹ നിശ്ചയത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ അനിയുടെ നിലപാട് അച്ഛനെ ബോധ്യപ്പെടുത്തിയത്. നയനയും ആദർശം പറയുന്നുണ്ട്, എത്ര തവണ രണ്ടാളെയും ഉപദേശിച്ചതാ, എന്നിട്ടും അവരുടെ പോക്ക് ഇങ്ങനെ തന്നെ. ഇനി അവരെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലമേ. രണ്ടാളും കൈവിട്ടു പോയി. അവരുടെ ബന്ധത്തെ അനുകൂലിക്കുന്നവരെക്കാൾ എതിർക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇതിനൊട്ടും സമ്മതിക്കില്ല. അന്ന് വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും അപമാനിച്ചല്ലേ ഇവിടെയുള്ളവർ സംസാരിച്ചത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ അവരിതിനെ ശക്തമായി എതിർക്കുന്നതെന്നും നയന പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പം ഈ വിവരം ആരെയും അറിയിക്കേണ്ടെന്നും നാളെ അവരിങ്ങോട്ട് എത്തിയതിനു ശേഷം നമുക്ക് അവരെ വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആദർശ നയനയും കയറി പോകുന്നുണ്ട്. പിറ്റേ ദിവസം അനിയും നന്ദുവും തിരികെ വന്നതിന് ശേഷം നന്ദു നന്ദാവനത്തിൽ വന്ന് കുളിച്ച് റെഡിയായി ഡ്യൂട്ടിക്ക് പോകാനൊക്കെ നോക്കുന്നുണ്ട്. കനകയോടും ഗോവിന്ദനോടും വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല കേട്ടോ നന്ദു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്ദു പോകാൻ നോക്കുകയാണ്. തലേ ദിവസം അച്ഛനും അമ്മയും സംസാരിച്ചത് മാത്രമല്ല, നന്ദുവിന്റെ മനസ്സിൽ ഇപ്പൊ നല്ല പേടിയുണ്ട്. ഇന്നലെ അനിയുടെ കൂടെയായിരുന്നു എന്നറിഞ്ഞാൽ അതവർ ചോദ്യം ചെയ്യും, വീണ്ടും വഴക്കാകും, വീണ്ടും അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. അത് ഒഴിവാക്കാനാണ് നന്ദു ധൃതി കൂട്ടുന്നത്. ഈ സമയം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്? അച്ഛനും അമ്മയും മോളെ വഴക്ക് പറയുന്നത് മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ? അതിന് മോളിങ്ങനെ പിണങ്ങി ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയി താമസിക്കാവോ? നാലാൾ ഇതറിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? അത് തന്നെയുമല്ല, അനിയുമായുള്ള മോളുടെ ബന്ധം നടക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് ഞങ്ങളെപ്പോലെ തന്നെ മോൾക്ക് നന്നായി അറിയാമല്ലോ. അനിയുടെ അമ്മയെ ധിക്കരിച്ച് ഒന്നും ചെയ്യാനാവില്ല മോളെ. അതുകൊണ്ട് മോൾ ഇപ്പോഴും അനിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചേരെ. ആ മോഹം മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. അനിയേക്കാളും എല്ലാ തരത്തിലും മോക്ക് ചേരുന്ന നല്ലൊരു പയ്യനാ നവീൻ. നവീൻ മോനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടാൻ പാടാ മോളെ. ഈ ഒരു തവണ കൂടി ഞങ്ങൾ പറയുന്നത് മോൾ അനുസരിക്കണം. നയനമോളുടെ കാര്യം പോട്ടെ, നവ്യമോൾ അവിടെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് മോൾക്ക് അറിയാവല്ലോ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ നവ്യമോളുടെ ജീവിതം. ഇനി മോളെ കൂടി അങ്ങോട്ടേക്ക് വിട്ടിട്ട് ഈ അച്ഛനും അമ്മയും തീ തിന്ന് ജീവിക്കാൻ വയ്യ. മോളെ കൂടി അനന്തപുരിയിലെ മരുമകളാക്കി അയച്ച ഉള്ള സമാധാനം കൂടി ഇല്ലാതാകും എന്നിങ്ങനെ ഗോവിന്ദൻ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതിന് അനിയെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചില്ലല്ലോ അച്ഛാ. എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നവീനേട്ടൻ അങ്ങനെ ഒരു വിവാഹാലോചനമായി വന്ന സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായം എന്താണെന്നെങ്കിലും നിങ്ങൾ ചോദിച്ചോ? നവീനേട്ടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു നല്ല സുഹൃത്തായി കണ്ട ആളെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല അച്ഛാ. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ തീരുമാനം ഇതുതന്നെയായിരിക്കും എന്നും പറഞ്ഞ് നന്ദു അവിടുന്ന് പോവുകയാണ്. നന്ദു അവിടുന്ന് പോയതിനു ശേഷം കനയ്ക്കും ഗോവിന്ദനും നല്ല സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ രാത്രി നന്ദു സുഹൃത്തിൻ്റെ വീട്ടിലാണെന്നാണല്ലോ പറഞ്ഞത്. അത് ഏത് സുഹൃത്തിൻ്റെ വീട്ടിലാണ് നന്ദു തങ്ങിയെന്നൊക്കെ ഓർത്തിട്ട് അവർ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. നന്ദു വീട്ടിലേക്ക് വന്ന കാര്യങ്ങളും നവീൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നന്ദു പറഞ്ഞ കാര്യങ്ങളും കനകയും ഗോവിന്ദനും നയനയെ ആദർശനെ വിളിച്ച് പറയുകയാണ്. കനക പറയുന്നുണ്ട്, നയനമോളെ, മോൾ ഒന്നുകൂടെ നന്ദുവിനെ ഒന്ന് കാണണം, അവളെ നന്നായി ഒന്ന് ഉപദേശിക്കണം, നവീനുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവളോട് സംസാരിക്കാം. പക്ഷേ അവളെ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. ഇതിനു മുമ്പും പലതവണ നമ്മൾ അവളെ ഉപദേശിച്ചിട്ടുള്ളതല്ലേ.
അപ്പോഴൊക്കെയും അവളത് അനുസരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നയന ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അനു വീട്ടിലേക്ക് വരുമ്പോഴേക്കും അനിയെ പിടിച്ചു ചേർത്ത് ചോദ്യം ചെയ്യുകയാണ് നയനയും ആദർശും. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ എവിടെയാണ് പോയത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനി അവിടെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആദർശനും അനിയും പറയുന്നുണ്ട്, നീ ഇന്നലെ എവിടെയായിരുന്നു എന്നും ആരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിപ്പിക്കാനായി കൂടുതൽ നുണകൾ പറഞ്ഞ് തട്ടിവിടണ്ട. എന്ത് ബുദ്ധിമോശമാണ് നിങ്ങൾ ഇന്നലെ കാണിച്ചത്? നിങ്ങൾ രണ്ടാളും ഇന്നലെ ഒന്നിച്ചായിരുന്നുവെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇത് കൈവിട്ട് കളിയായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ അമ്മയൊക്കെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അനി അടിക്കാൻ കയ്യോങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ആദർശ്. നയന ഉടനെ ആദർശിനെ തടയുകയാണ്. ഞങ്ങളിപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നന്ദുവിനെ ഒന്ന് കാണണമല്ലോ. അവളോടും രണ്ട് വർത്താനം പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിലും നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ അവൾ വന്നില്ലേ? അതെന്തായാലും ചോദ്യം ചെയ്യണമല്ലോ. എന്ത് ധൈര്യത്തിലാണ് അവൾ ഇന്നലെ നിന്റെ കൂടെ വന്നത്? അവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നവീന്റെയും അവളുടെയും വിവാഹം നടത്തണം. നിന്റെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ നന്ദുവിന് പങ്കുണ്ടോ എന്ന് ഇപ്പം ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ നന്ദുവിനെ കാണാനായിട്ട് പോവുകയാണ്. അതേസമയം എന്തു വന്നാലും നന്ദുവിനെ നഷ്ടപ്പെടുത്താൻ തനിക്കാവില്ലെന്നുള്ള നിലപാട് തന്നെയാണ് അനുയുടേതും. എന്നാൽ ആദർശം നയനയും അനുയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവന്തിക മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാനും അനന്തപുരക്കാരുടെ മുമ്പിൽ അച്ഛൻ ജയിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവന്തിക എങ്ങനെയും അനിയെ കൊണ്ട് തൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കാനായി ഇത് വലിയൊരു പ്രശ്നമാക്കണമെന്ന് തന്നെ വിചാരിക്കുകയാണ്. പിന്നീട് അവന്തിക നേരെ ജാനകിയുടെ മുറിയിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ജാനകിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മായി എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അമ്മായി. അനിയേട്ടനോട് എനിക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്നുള്ളത് അമ്മായിക്ക് അറിയാമല്ലോ. എന്നിട്ടും അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത ചതിയാ അനിയേട്ടൻ ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് കരഞ്ഞ് അവന്തിക തകർത്ത് അഭിനയിക്കുകയാണ് ജാനകിയുടെ മുമ്പിൽ. അവന്തിക കരയുന്നത് കാണുമ്പോൾ ജാനകിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരിക കേട്ടോ. മോളെ എന്താ മോളെ, എന്തിനാ എൻ്റെ മോൾ ഇങ്ങനെ കരയുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ പറ. എന്തായാലും മോളുടെ കൂടെ ഈ അമ്മയുണ്ടല്ലോ, പിന്നെ എന്തിനാ മോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? മോള് കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ ഇന്നലെ അവളുടെ കൂടെയായിരുന്നു, ആ നന്ദുവിൻ്റെ കൂടെ. ഇന്നലെ രണ്ടാളും ഒന്നിച്ചായിരുന്നു അമ്മായി. പൊന്മുടിയിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു രണ്ടാളും. ഇനി എന്തിനാ അമ്മായി ഞാൻ ജീവിച്ചിരിക്കുന്നേ? എനിക്കിനി മരിച്ചാൽ മതി. എന്നാലും അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിപ്പോയി അമ്മായി എന്നും പറഞ്ഞ് കരയുമ്പോഴേക്കും ജാനകിക്കും ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഒരിക്കലും അനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ജാനകി വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. മോള് വാ, ഇപ്പൊ തന്നെ അവനോട് ഇത് ചോദിച്ചിട്ട് കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ജാനകി അവധിയും കൂട്ടിക്കൊണ്ട് നേരെ അനിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. കഴിഞ്ഞ ദിവസം റിസോർട്ടിൽ വെച്ച് ഒന്നിച്ചെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അനി. ആ സമയത്താണ് അവന്തികയും ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഡാ എന്നും വിളിച്ച് കാലി തുള്ളി വരുന്ന ജാനകിയെ കാണുമ്പോൾ അനിക്കും നല്ല സംശയമാവുന്നുണ്ട്. അനി പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുകയാണ്. അമ്മ നല്ല കലിപ്പിലാണല്ലോ. ഇനിയിപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ? ഏയ് ഇല്ല, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. നയനേട്ടത്തിയും ആദർശേട്ടനും ഇതേപ്പറ്റി ആരോടും പറയാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പം ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനിയും. ജാനകി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ അനിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ എവിടെയായിരുന്നു? നീ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. രാത്രി നീ ഇങ്ങോട്ടേക്ക് വന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കൂടിയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒന്ന് കൂടി എന്ന് പറയുമ്പോഴേക്കും എവിടെ വെച്ചാൽ നിങ്ങൾ കൂടിയത് എന്ന് ചോദിക്കുകയാണ് ജാനകി. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്നെ സംശയമാണോ? സംശയമാണെങ്കിൽ അമ്മ തന്നെ രാകേഷിനോടും വിഘ്നേഷിനോടും ഒക്കെ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ദേ അനി, എന്നോട് നീ നിന്റെ വേഷം കെട്ട് ഇറക്കരുത്. നീ എന്തിനാടാ ഇന്നലെ പൊന്മുടിക്ക് പോയത്? നീ സാധാരണ ഇവിടെ അടുത്ത് തന്നെയല്ലേ ഫ്രണ്ട്സായിട്ട് കൂടാറുള്ളൂ. പിന്നെ നീ എന്തിനാ ഇന്നലെ പൊന്മുടിക്ക് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി ആകെ ഒന്ന് പതറുകയാണ് കേട്ടോ. അമ്മ എങ്ങനെയാ ഞാൻ പൊന്മുടിക്ക് പോയ കാര്യമൊക്കെ അറിഞ്ഞെന്നൊക്കെയുള്ളതാണ് അനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, സത്യം പറയടാ, ഇന്നലെ നിന്റെ കൂടെ അവളില്ലായിരുന്നോ, ആ നന്ദു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നെ അനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഞാനും എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നുള്ളൂ, നന്ദു ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, ഇല്ല അമ്മായി, അനിയേട്ടൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളവാ. നയനേട്ടത്തെയും ആദർശേട്ടനും അനിയേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ നന്ദു അനിയേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അനിയേട്ടനും അവളും കൂടിയാ പോയത്. അനിയേട്ടൻ നമ്മളോട് പിന്നെ നുണയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ അനിയേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകിയുടെ മുമ്പിൽ അവസാനം അനിക്ക് സത്യം പറയേണ്ടി വരികയാണ്. ജാനകി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ അവളെയും കൂട്ടിക്കൊണ്ട് പോയത്?
നിന്നോട് പറഞ്ഞിട്ടില്ലേ അവളുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ടെന്ന്? എന്നിട്ടും നീ ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നു അല്ലേ? അവളുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല, അവളെ കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, ആരെ ചതിച്ചെന്ന് അമ്മയും പറയുന്നത്? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അമ്മ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിലൊന്നും സംഭവിച്ചിട്ടുമില്ല. ആ കാര്യത്തിൽ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം എന്നിങ്ങനെ അനി പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, അപ്പൊ നന്ദു ഇന്നലെ രാത്രി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എന്തിനാടാ ദ്രോഹി നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത്? അമതിക മോൾക്ക് മോഹം നൽകിയിട്ട് നീ അവളുടെ കൂടെ കറങ്ങി നടക്കുകയല്ലേ? കാണിച്ചു തരാവടാ ഞാൻ. ഇപ്പൊ തന്നെ ഞാൻ ഇതെല്ലാം അവരെ അറിയിക്കും. അവന്തിക മോളെ വിഷമിപ്പിച്ചിട്ട് നീ അങ്ങനെ അവളുടെ കൂടെ സൂചിച്ച് ജീവിക്കാമെന്ന് കരുതണ്ടാനി. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയല്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി അവന്തിയും കൂട്ടിക്കൊണ്ട് താഴോട്ട് പോവുകയാണ്. മിക്കവാറും മുത്തശ്ശിയോടും ഈ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ ആയിരിക്കും പോകുന്നത്. എന്തായാലും അനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയട്ടോ. ഇനി അടുത്തത് നന്ദുവിനാണ്. അവന്തിക ഫോണെടുത്ത് നേരെ കനികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞ് നിലവിളിച്ചോണ്ട് തന്നെ കനകയോടും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അവന്തിക. ഇതറിയുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ആകെ അന്താളിച്ചു പോവുകയാണ്. അവന്തികയോട് എന്ത് പറയണം, എങ്ങനെ ആ കുട്ടിയെ സമാധാനിപ്പിക്കും എന്നൊക്കെ ഓർത്തിട്ട് ആകെ വിഷമിച്ചു പോകുന്നുണ്ട് കനക. മോൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. അവർ തമ്മിൽ മോൾ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പോകുന്നവരല്ല അവർ. ഇന്നലെ നവീന്റെ വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞ് ഞാനും ഗോവിന്ദേട്ടനും നന്ദുവിനോട് കുറെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിന്റെ വിഷമത്തില് അവൾ ഇവിടുന്ന് പിണങ്ങി ആ ഡ്യൂട്ടിക്ക് പോയത്. ചിലപ്പോ ആ വിഷമം കൊണ്ട് രണ്ടാൾ വന്ന് മാറി നിന്നതായിരിക്കും മോളെ. മോൾ അതോർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കനക. അവധിക ഫോൺ വെച്ചതിന് ശേഷം കനക ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗോവിന്ദനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൾ ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗോവിന്ദേട്ടാ. അവൾക്ക് അവന്റെ കൂടെ പോകുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ചെങ്കിലും ഓർക്കായിരുന്നില്ലേ? അവളുടെ ചേച്ചിമാരെ കുറിച്ചെങ്കിലും അവൾക്ക് ഓർക്കായിരുന്നില്ലേ? ഇതിപ്പോ 4 ആൾക്കാർ അറിഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞുണ്ടാക്കുക? അവർ തമ്മിലിപ്പോ കാണുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ടും ഇന്നലെ അവൻ വിളിച്ചിടത്തേക്ക് ഇവക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തോടെ അവളുടെ ജോലിക്ക് പോക്കൊക്കെ നിർത്തിയേക്കണം. നവീൻ മോനുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇനി ഇവളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാകുകയല്ല ഗോവിന്ദേട്ടാ. എത്രയും പെട്ടെന്ന് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടത്തണം എന്നൊക്കെ പറയുകയാണ് കനക. പിന്നെ സ്റ്റേഷനിലേക്ക് നയനയും ആദർശം ചെല്ലുന്നുണ്ട്. നന്ദുവിന്റെ അടുക്കൽ ചെന്നിട്ട് നന്ദുവിനോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നന്ദുവും കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോഴേക്കും അനിയും നീയും ഇന്നലെ ഒരുമിച്ചായിരുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. ഇനി നീയും കൂടുതൽ നുണകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കേണ്ടെന്ന് തന്നെ പറയുകയാണ് നയന. ആദർശം അവരെ കുറ്റപ്പെടുത്തി തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. നിങ്ങൾ ഇത്രയും അറിവും ബോധവും പക്വതയൊക്കെ ഉള്ളവരല്ലേ? എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്ന ഞങ്ങൾ ആരും കരുതിയില്ല. ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും അനിയുടെ അമ്മയും നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? പ്രത്യേകിച്ച് നന്ദുവിന്റെ അച്ഛനും അമ്മയും ഇത് അറിയുമ്പോൾ അവർക്കത് ഒട്ടും താങ്ങാനാവില്ല. പിന്നെ നാട്ടുകാരെ അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. അവരിതിനെ ഊതിപ്പെരിപ്പിക്കാനേ നോക്കുകയുള്ളൂ. നീ ഇവിടുത്തെ SI അല്ലേ? നിന്നെപ്പോലെ ഒരു പദവിയിലിരിക്കുന്ന ആള് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്നിങ്ങനെ ആദർശം ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, നവീനേട്ടന്റെ വിവാഹാലോചനയുടെ കാര്യം പറഞ്ഞ് അമ്മയും അച്ഛനും എന്നെ കുറെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ മാനസികമായി ഞാൻ ആകെ തകർന്നുപോയി ആദർശേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തത്. പിന്നെ ആ സമയത്ത് അനിയും വന്നു. അനി അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അവന്റെ കൂടെ പോയത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നയനച്ചയും ആദർശേട്ടനെങ്കിലും ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണം. ഒരു ദിവസം മാറി നിന്നു എന്നുള്ളതൊക്കെ ശരിയാ, അല്ലാതെ വേറൊന്നും ഇല്ലെന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പൊ നയന പറയുന്നുണ്ട്, മോളെ നിനക്കറിയാവല്ലോ ഇത് നമ്മുടെ അച്ഛനും അമ്മയും അറിഞ്ഞാലുള്ള അവസ്ഥ. അത് മാത്രമല്ല നവീനെ പോലെ നല്ലൊരു പയ്യന്റെ ആലോചന വരുമ്പോൾ എങ്ങനെ അതിനെ വേണ്ടെന്ന് വെക്കും? സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. ഇനി ഈ കാര്യം പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? നിങ്ങൾ അവിടെ പോയ കാര്യം മാത്രമല്ലേ എല്ലാവരും പറയുള്ളൂ. നവീന്റെ വീട്ടുകാർ ഇതറിഞ്ഞാൽ അവർ ഈ വിവാഹത്തിന് പിന്മാറുകയല്ലേ ഉള്ളൂ. അത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാനും കഴിയില്ല. അവര് എത്രയും പെട്ടെന്ന് നിന്നെ വിവാഹം കഴിപ്പിച്ചു വിടണം എന്നല്ലേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ അച്ഛനും ഒരുപാട് വിഷമം ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ് നയന. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ രണ്ടാളും പോകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചെടുക്കാൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതിനു മുമ്പ് മോള് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. നവീനുമായുള്ള വിവാഹത്തിന് മോള് സമ്മതിക്കണം എന്ന് തന്നെ പറയുകയാണ് ആദർശം നയനയും. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി. ഇല്ല ചേച്ചി, ഒരിക്കലുമില്ല. നവീനേട്ടന്റെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല. അനിയും ഒത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. നവീനേട്ടനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. എനിക്കങ്ങനെ കാണാനും കഴിയില്ല. അമ്മയോടും അച്ഛനോടും നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. എന്നെ നിർബന്ധിക്കരുതെന്നും പറഞ്ഞ് നന്ദു അവരുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആദർശിനെ ദേവയാനി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ നന്ദുവിന്റെ ഫോണിലേക്ക് കനക വിളിക്കുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ എടുക്കുന്നില്ല കേട്ടോ. കനക ഉടനെ തന്നെ നയനെ വിളിക്കുകയാണ്. അവധിക ഫോൺ വിളിച്ച് കനകയെല്ലാം അറിയിച്ചായിരുന്നല്ലോ.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കനകയും ഗോവിന്ദനും നല്ല കലിപ്പിലാണ്. നയനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നയനയ്ക്കും അത് സമ്മതിക്കേണ്ടി വരികയാണ്. അനന്തപുരിയിലെ എല്ലാവരും ഈ വിവരങ്ങൾ അറിഞ്ഞെന്നും അവന്തികയാണ് അവരെ വിളിച്ച് വിവരം അറിയിച്ചതെന്നും പറഞ്ഞ് കനക ദേഷ്യപ്പെട്ടാണ് ഫോൺ വെക്കുന്നതും. ഒപ്പം കനക കരയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് തന്നെ അവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് അമ്മ വിളിച്ച് വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞതും. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നൊക്കെ പറഞ്ഞ് നയനയും ആദർശം തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നന്ദു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അനിയെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അനി ഫോൺ എടുക്കുന്നില്ല. അനന്തപുരിയിൽ അനി നന്ദു വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ജാനകി ഈ വിവരം മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ അറിയിക്കുകയും എല്ലാവരെയും വിളിച്ചു വരുത്തി മുത്തശ്ശൻ അനിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് മുത്തശ്ശൻ അനിയോട് ചോദിക്കുമ്പോഴേക്കും അനി അതൊരു തെറ്റുപറ്റി പോയതാണെന്ന് പറയുന്ന നിമിഷം മുത്തശ്ശൻ അനിയുടെ കരണം തീർത്ത ഒരെണ്ണം പൊട്ടിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയും ജയനും അനി വ്യക്തമാക്കിയ അനിയുടെ നിലപാടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ജാനകിയും ജലജയും ഒപ്പത്തിനൊപ്പം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്റെ മോക്ക് മോഹം നൽകിയിട്ട് ഇപ്പോൾ ഇവനും ഇവളും കൂടെ കാണിക്കുന്ന ചെറ്റത്തരമൊക്കെ കണ്ടില്ല അയച്ചാ. ഇതിനെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്റെ മോളുടെ വിവാഹ നിശ്ചയം മുടങ്ങിയ ദിവസം തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ ഇവരുടെ കൈകൾ തന്നെ ആയിരിക്കുമെന്ന്. ഇപ്പൊ അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണോ നടന്നത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്തൊരു അഭിനയമായിരുന്നു. കനകയുടെയും ഗോവിന്ദന്റെയും അറിവോടെ തന്നെ അച്ഛാ ഇവരിതൊക്കെ ചെയ്തത് എന്നിങ്ങനെ ജലജ വാദിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ബന്ധത്തെ അനുകൂലിക്കുന്നവരല്ല കനകയും ഗോവിന്ദനും എന്ന് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശി. ഈ സമയം തന്നെ നയനയും ആദർശം തിരിച്ച് തറവാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. ജലജ പറയുന്നതിന് മറുപടിയായിട്ട് നയനയും ആദർശം പറയുന്നുണ്ട് നവീന്റെ വിവാഹാലോചനയുടെ കാര്യം. അതിന്റെ പേരിൽ നന്ദു പിണങ്ങിയിരുന്ന സമയത്ത് അനിയാണ് നന്ദുവിനെ നിർബന്ധിച്ച് പൊന്മുടിക്ക് കൊണ്ടുപോയതെന്ന്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തച്ഛനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് നയനയും ആദർശും. ഇത് കേട്ടപാട് ജാനകിയും അനിയുടെ കവളിൽ ഒന്ന് പൊട്ടിച്ച ശേഷം അനിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ശവം കണ്ടിട്ടല്ലാതെ നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. എന്നെ നീ ഇങ്ങ് കൊല്ലുന്നതാ നല്ലത്. അല്ലാതെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല. അവന്തികമോളുടെ കഴുത്തിൽ തന്നെ നീ താലി കെട്ടണം. നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവന്തികമോളുടെ കൂടെ ആയിരിക്കണം എന്നും പറഞ്ഞ് ജാനകി ഉറഞ്ഞു തുള്ളുമ്പോഴേക്കും മുത്തശ്ശൻ തന്നെ ഒരു തീരുമാനമായിട്ട് മുന്നിട്ടെത്തുകയാണ്. ഈ വീട്ടിൽ ആര് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ജാനകി നീ ആദ്യം ഒന്ന് അടങ്ങ്. ഇദ്ദേഹം എന്താന്ന് വെച്ചാൽ ആലോചിച്ചൊരു തീരുമാനം എടുത്തോളും എന്നിങ്ങനെ മുത്തശ്ശി ജാനകിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് കേട്ടോ. അനി ഇപ്പോഴും നല്ല ടെൻഷനിലാണ്. മുത്തശ്ശൻ എന്തായിരിക്കും ഇനി തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ആകെ വെപ്രാളത്തിലിരിക്കുകയാണ് അനിയും ജാനകിയും ഒക്കെ. ജാനകിയുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശൻ തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. നവീൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം കാണിക്കുകയും വിവാഹാലോചനയുമായി കനകയും ഗോവിന്ദനെയും സമീപിച്ചതൊക്കെയും നയനയും ആദർശം മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവീനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശൻ. നന്ദുവിനെ താൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നുവെന്നും അവളെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നവീൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്. എന്നാലും അവർ തമ്മിൽ ഇങ്ങനൊരു അടുപ്പമുള്ളതായിട്ട് എന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. രണ്ടുപേരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണെങ്കിലും അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. എങ്കിൽ പിന്നെ അവരാഗ്രഹിക്കുന്ന പോലെ അവരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെന്ന് ഞാൻ ഓർത്തു. അങ്ങനെയാണ് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നത്. നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്തി കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും നവീൻ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. തനിക്ക് നന്ദുവിനോട് താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും എൻ്റെ തീരുമാനം മാറ്റി അനിയുടെ നന്ദുവിൻ്റെയും വിവാഹം നടക്കണമെന്നൊക്കെ തന്നെയാണ് നവീനും ആഗ്രഹിക്കുന്നത്. അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം വീണ്ടും അനന്തപുരിയിൽ വലിയൊരു ചർച്ചയാകുമ്പോൾ ഇതേപ്പറ്റി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് വിലയിരുത്തിയതിനു ശേഷമാണ് മുത്തശ്ശൻ തന്റെ തീരുമാനം അറിയിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നത്. കനകയും ഗോവിന്ദനെയും മുത്തശ്ശൻ വിളിച്ചു വരുത്തുന്നുണ്ട്. അനിയുടെയും നന്ദുവിൻ്റെയും കാര്യങ്ങൾ ഇത്രത്തോളം വഷളായതുകൊണ്ട് തന്നെ ഇനിയും ഇതിനെ നിസ്സാരമാക്കി കാണാൻ കഴിയില്ലെന്നും ഇവരുടെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയതെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴും ജാനകി ഇടഞ്ഞു തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അച്ഛൻ ഏകപക്ഷമായിട്ടാണ് തീരുമാനമെടുക്കുന്നതെന്നും അവൻ്റെ അമ്മയായ എൻ്റെ അഭിപ്രായം പോലും മാനിക്കുന്നില്ലെന്നും പറഞ്ഞ് വിമർശിക്കുകയാണ് നമ്മുടെ ജാനകി. എന്നാൽ അജയനും ജയനും ദേവയാനിയും അച്ഛൻ എന്ത് തീരുമാനം എടുക്കുന്നുവോ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും അറിയിക്കുകയാണ്. ജലജയും അഭിയും അവന്തിയും ഒക്കെ ജാനകിയോടൊപ്പം ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അവന്തികയും അച്ഛൻ്റെ കൊച്ചുമകൾ തന്നെയല്ലേ, പിന്നെ അവന്തികയോട് അച്ഛൻ ഈ കാണിക്കുന്നത് നീതികേടല്ലേ എന്ന് ജലജ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ മുത്തശ്ശൻ എന്ന് പതറിയെങ്കിലും അനിയുടെ അവസ്ഥ ഓർത്ത് മുത്തശ്ശൻ മറച്ചൊന്നും ചിന്തിച്ചില്ല. അതോടൊപ്പം തന്നെ ജാനകിയെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ. അനിയുടെ നന്ദുവിനെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. ശക്തമായ എതിർപ്പുണ്ടെങ്കിലും മുത്തശ്ശന്റെ തീരുമാനമാണ് ഇവിടെ വലുത്. മുത്തശ്ശന്റെ തീരുമാനത്തെ എതിർത്ത് ഇവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നവീനുമായി സംസാരിച്ച് അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് എത്രയും വേഗം നടത്തണമെന്നും ഈ കുരുക്കിൽ നിന്ന് അനിയെ രക്ഷിച്ച് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവന് നേടിക്കൊടുക്കണമെന്നും മുത്തശ്ശൻ പറയുന്നുണ്ട് നവീൻ്റെ അടുത്ത്.
എന്നെ എതിർത്തുകൊണ്ട് ഇവരുടെ വിവാഹം നടത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് ജാനകി പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം ജാനകിക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് നവ്യ. അവന്തികയും അഭിയും സംസാരിക്കുന്നതും എന്തിനാണ് അനിയെ വിവാഹം കഴിക്കാൻ അവന്തിക ഇത്രയും താല്പര്യം കാണിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യ തുറന്നു പറയുന്നതോടുകൂടി ഇവരുടെ വിവാഹത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ് ജാനകി. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ ഏകദേശം ഫിക്സ് ചെയ്തിരിക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ ഒടുവിൽ രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെ തന്നെ അവരാഗ്രഹിച്ച ജീവിതം അവർക്ക് ലഭിക്കാൻ പോകുന്നതിന് സന്തോഷത്തിലാണ് അനിയും നന്ദുവും.